Hello friends, today we can discuss Kerala PSC old question paper. This video is useful for staff nurse, JPHN and JHA also. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇത് നിങ്ങൾക്ക് അധികം സമയം കളയാതെ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an orthotoxic drug is option digoxin, aspirin, dapsone, all of the above. Correct answer is aspirin. Aspirin is a orthotoxic drug. Digoxin is the drug used to treat heart failure. Heart failure ന് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഡിഗോക്സിൻ. സാധാരണ നമ്മൾ ഡിഗോക്സിൻ കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻ നമ്മൾ ഓർത്തു വെക്കണം. പേഷ്യന്റിന്റെ പൾസ് റേറ്റ് 60 കുറവാണെങ്കിൽ, ബ്രഡികാർഡിയ ആണെങ്കിൽ ഡിഗോക്സിൻ കൊടുക്കരുത്, വിത്ത് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യന്റിന് പൊട്ടാസ്യം ലെവൽ 3.5 താഴെയാണെങ്കിൽ, ഹൈപ്പോകലീമിയ ആണെങ്കിൽ പേഷ്യന്റിന് ഡിഗോക്സിൻ കൊടുക്കരുത്. കാരണം ദർ ഇസ് എ ചാൻസ് ഓഫ് ഡിഗോക്സിൻ ടോക്സിസിറ്റി. ബ്രാഡിക്കാർഡിയ ആണെങ്കിലും ഹൈപ്പോകലീമിയ ആണെങ്കിലും ഡിഗോക്സിൻ കൊടുക്കരുത്. ഹാർട്ട് ഫെയിലിന് കൊടുക്കുന്ന ഡ്രഗ് ആണ്. അതുപോലെ തന്നെ ഡിഗോക്സിൻ വിൽ ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട്, കാർഡിയാക് കൺട്രാക്ഷൻ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇജക്ഷൻ കൂട്ടുകയും ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന ഡ്രഗ് ആണ് ഡിഗോക്സിൻ. ഡാപ്സോൺ എന്നുള്ള ഡ്രഗ് നമ്മൾ ലെപ്രസിക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഡാപ്സോൺ ആണ്. റിഫാംബസിൻ അതുപോലെ തന്നെ ക്ലോഫാമസിൻ എന്നുള്ള ഡ്രഗിന്റെ കൂടെ കൊടുക്കുന്ന ഡ്രഗ് ആണ് ഡാപ്സോൺ. സോ ഡ്രാപ്സോൺ, the drug used to treat leprosy. Aspirin is a drug, non-steroidal anti-inflammatory drug ആണ് aspirin, and ibuprofen and naproxen also. So ഈ മൂന്ന് ഡ്രഗും NSAID വിഭാഗത്തിലുള്ള ഡ്രഗ് ആണ്. aspirin, ibuprofen and naproxen. So when you giving these drugs, you have to check for there is a chance of ototoxicity. Medications can damage the ear. These drugs can damage the ear. Aspirin, ibuprofen and naproxen, resulting in hearing loss, ringing in the ear, that is tinnitus, ringing in the ear, or balance disorders. So before giving this drug, you have to careful. There is a chance of ototoxicity. So second question, the disease pneumonia in humans affects which part of the lung? Alveoli, pleura, lower lobe, upper lobe. Correct answer is alveoli. The disease pneumonia in humans affects alveoli of the lung. Pneumonia is an infection of the lungs that may be caused by bacteria, viruses or fungi. The infection causes the lungs air sacs, that is alveoli. Air sacs other name is alveoli, to become inflamed and fill up with fluid or pus. Pneumonia എന്ന് പറയുന്ന inflammation of the lungs ആണ്. It can be caused by ബാക്ടീരിയയോ വൈറസോ ഫംഗിയോ ഒക്കെ കാരണം കൊണ്ടാണ് നമുക്ക് ന്യൂമോണിയ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ എയർ സാക്സ്, ആൽവിയോളൈ ഓഫ് ദ ലങ്സ് ഇൻഫ്ലേംഡ് ആകുന്ന അവസ്ഥയാണിത്. ദാറ്റ് ക്യാൻ മേക്ക് ഇറ്റ് ഹാർഡ് ഫോർ ദ ഓക്സിജൻ യു ബ്രീത്ത് ഗെറ്റ് ഇൻ ടു യുവർ ബ്ലഡ് സ്ട്രീം. അപ്പൊ നമ്മുടെ ഓക്സിജന്റെ അളവ് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്ന അളവ് കുറയുകയാണ് ചെയ്യുന്നത്. Third question, Socratic method of group teaching is lecture, films, chart, workshop. Correct answer is workshop. Socratic method of group teaching is workshop. Workshop is the oldest and still the most powerful teaching tactic for fostering critical thinking. In Socratic teaching, we can focus on giving students questions, not answers. Teacher working with students, trying to build student independent. അപ്പം ലെക്ചർ മെത്തേഡ് പോലെ തന്നെ വർക്ക്ഷോപ്പ് മെത്തേഡും ഓൾഡസ്റ്റ് മെത്തേഡാണ്. ഇറ്റ് വിൽ ഇംപ്രൂവ് ക്രിട്ടിക്കൽ തിങ്കിങ് ഓഫ് ദ സ്റ്റുഡന്റ്. ക്രിട്ടിക്കൽ തിങ്കിങ് കൂട്ടാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് സോക്രട്ടിക് ടീച്ചിങ് മെത്തേഡാണ്. നമ്മൾ മറക്കരുത്, സോക്രട്ടിക് ടീച്ചിങ് മെത്തേഡാണ്. മീൻസ് സ്റ്റുഡൻസ് ഗിവിംഗ് ക്വസ്റ്റ്യൻസ്, നോട്ട് ആൻസേഴ്സ്. ആൻഡ് ടീച്ചർ വർക്കിംഗ് വിത്ത് സ്റ്റുഡന്റ്. അപ്പൊ ടീച്ചറും സ്റ്റുഡൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ട്രൈങ് ടു ബിൽഡ് സ്റ്റുഡന്റ് ഇൻഡിപെൻഡന്റ്. അപ്പൊ സ്റ്റുഡന്റിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിർത്തുവാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് വർക്ക്ഷോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ഗ്രാമസഭ ഈസ് ഓപ്ഷൻസ് ഗ്രാമ പഞ്ചായത്ത്, സർപഞ്ച്, ന്യായ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി. കറക്റ്റ് ആൻസർ ഈസ് ന്യായ പഞ്ചായത്ത്. The judicial organ of Gram Sabha is Nyaya Panchayat.
Nyaya panchayats are the judicial components of the panchayat system which forms the lowest support of our judiciary. They are created for the administration of justice at the local or rural level. വില്ലേജ് ഏരിയയിലുള്ളതാണ് ന്യായ പഞ്ചായത്ത്സ്. അപ്പൊ അവിടെയുള്ള ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കാനും ഒരു ലോ ആൻഡ് ഓർഡർ, ഒരു കോർട്ട് പോലെ പ്രവർത്തിക്കുന്നതാണ് ന്യായ പഞ്ചായത്ത്. എസ്പെഷ്യലി ഇൻ ലോക്കൽ ഓർ റൂറൽ ലെവലിൽ, ഏരിയയിൽ, ഉള്ളിലേക്കുള്ള ഏരിയയിലാണ് ന്യായ പഞ്ചായത്ത് ഉള്ളത്. Next question. False, harmful oral report about another person is slander, libel, summon, none of the above. Correct answer is slander. False, harmful oral report about another person is slander. അത് തെറ്റായിട്ടുള്ള ഒരു ഓറൽ റിപ്പോർട്ടാണ്. നമ്മൾ ഓറൽ എന്ന് പറയുമ്പോൾ വാ കൊണ്ട് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള റിപ്പോർട്ടാണ്. മറ്റൊരാളെ കുറിച്ച് നമ്മൾ തെറ്റായി പറയുന്നതിന് സ്ലാൻഡർ എന്ന് പറയാം. പക്ഷെ അവിടെ റിട്ടൺ റിപ്പോർട്ട് ആകുമ്പോൾ അതിനെ ലിബൽ എന്ന് പറയുന്നു. ഫാൾസ്, ഹാംഫുൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ളതും തെറ്റായതുമായിട്ടുള്ള നമ്മൾ റിട്ടൺ റിപ്പോർട്ടാണ് ലിബൽ. നമ്മൾ വാ കൊണ്ട് പറയുന്നത് സ്ലാൻഡർ എന്നും നമ്മൾ റിട്ടൺ റിപ്പോർട്ടാണ് ലിബൽ എന്നും പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ല്യൂഗോൾ സൊല്യൂഷൻ കണ്ടെയ്ൻസ് പൊട്ടാസ്യം അയഡിൻ, സോഡിയം ബ്രോമൈഡ്, ammonium chloride, calcium chloride. Correct answer is potassium iodine. Lugol solution contains potassium iodine. Lugol solution, other name is aqueous solution. Lugol solution മറ്റൊരു പേരാണ് aqueous solution. നമ്മൾ സാധാരണ രീതിയിൽ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റോം ഒക്കെ ഉള്ളപ്പോൾ കൊടുക്കുന്നതാണ് ലുഗോൾ സൊല്യൂഷൻ. എസ്പെഷ്യലി തൈറോയിഡിക് സർജറിക്ക് മുന്നേ ആയിട്ട്, ബിഫോർ തൈറോയിഡ് സർജറി വി ഹാവ് ടു ഗീവ് ലുഗോൾ സൊല്യൂഷൻ ടു ദ പേഷ്യന്റ്. ലുഗോൾ സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ 1 ലിറ്റർ ജ്യൂസിലോ നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ട് കലക്കിയാണ് കൊടുക്കുന്നത്. 8 ഡ്രോപ്സ് TID ആണ് കൊടുക്കുന്നത്. 8 ഡ്രോപ്സ് നമ്മൾ ഒരു ദിവസത്തിൽ 3 നേരം ആണ് ലുഗോൾ സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഡോസ് ആണ് 8 drops TID. Next question. The commonest type of jaundice in newborn: hemolytic, hepatogenic, obstructive, physiological. Correct answer is physiological. Physiological jaundice is the commonest type of jaundice in newborn. Physiological jaundice നമ്മൾ സാധാരണ കാണുന്നത് ആഫ്റ്റർ 24 hours ബർത്ത് ആണ്. ബർത്ത് ആഫ്റ്റർ 24 hours, നമ്മൾ ജനിച്ചതിന് ശേഷം 24 മണിക്കൂറിന് ശേഷം കാണപ്പെടുന്ന ജോണ്ടിസ് ആണ് ഫിസിയോളജിക്കൽ ജോണ്ടിസ്. അതിന്റെ ഇന്റൻസിറ്റി, തീവ്രത ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് 4th or 5th ഡേയിലാണ്. അപ്പം സാധാരണ ഒരു കുട്ടിക്ക് ആ ഒരു ഇന്റൻസിറ്റി ഏറ്റവും കൂടുതൽ, കളർ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 4th or 5th ഡേയിലാണ്. പ്രീ ടൈം ബേബി ആണെങ്കിൽ 7th ഡേയിലാണ് ഇന്റൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ സിറം ബിലിറൂബിൻ ലെവൽ ലെസ് ദാൻ 15 mg/dL ആയിരിക്കും ഫിസിയോളജിക്കൽ ജോണ്ടിസിൽ. പക്ഷെ പാത്തോളജിക്കൽ ജോണ്ടിസിലാണെങ്കിൽ ദാറ്റ് വിൽ ബി വിത്തിൻ 24 hours. വിത്തിൻ 24 hours കാണുന്നതാണ് പാത്തോളജിക്കൽ ജോണ്ടിസ്. സോ ബിലിറൂബിൻ ലെവൽ വിൽ ബി മോർ ദാൻ 15 mg/dL. അപ്പം പാത്തോളജിക്കൽ ജോണ്ടിസിലാണ് ക്ലേ കളേർഡ് സ്റ്റൂളും അതുപോലെ തന്നെ വൈറ്റ് കളേർഡ് യൂറിനും ഒക്കെ കാണുന്നത് പാത്തോളജിക്കൽ ജോണ്ടിസിലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The best and useful method of refuse disposal in rural area is incineration, composting, dumping, controlled tipping. Correct answer is composting. The best and useful method of refuse disposal in rural area is composting. Composting എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ്സ്. അപ്പൊ നമുക്ക് കമ്പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വേസ്റ്റ് പ്രൊഡക്ട്സ് എല്ലാം കമ്പോസ്റ്റ് ചെയ്തിട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഫെർട്ടിലൈസർ ഫോർ പ്ലാന്റ്സ്. അപ്പൊ പ്ലാന്റ്സിന് വളമായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് കമ്പോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൗസ് വേസ്റ്റ് ആണെങ്കിലും നമുക്ക് ബയോളജിക്കൽ വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ബേണിംഗ് ആണ്. കൺട്രോൾഡ് ബേണിംഗ് ഈസ് കോൾഡ് ഇൻസിനറേഷൻ. Question. Mr. John has muscle cramps while undergoing dialysis. Which intervention is effective? Administer RL solution, administer a NS solution, increase the rate of dialysate, observe the patient. Correct answer is administer a NS solution. So നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ there will be chance of muscle cramps because of sudden quick
റിമൂവൽ ഓഫ് എക്സസ് ഫ്ലൂയിഡ്സ് ആൻഡ് സോഡിയം ഫ്രം അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് ജലം നഷ്ടപ്പെടുക, സോഡിയം നഷ്ടപ്പെടുക ചെയ്യുമ്പോഴാണ് മസിൽ ക്രാംസ് ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ NS സൊല്യൂഷൻ കൊടുക്കുകയാണ് വേണ്ടത്, നോർമൽ സലൈൻ സൊല്യൂഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡയാലിസേറ്റിന് പകരം നമ്മൾ ഡിക്രീസ് ചെയ്ത ഡയാലിസേറ്റിന്റെ ആ ഒരു അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഡയാലിസേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a person has an ischemic stroke, time the person be treated to minimize problem. Within 30 minutes, within 45 minutes, within 2 hours, within 3 hours. അതായത് ഒരു ഇസ്കീമിക് സ്ട്രോക്ക് വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുക്കേണ്ട നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും. ആ സമയം എത്ര മണിക്കൂറിനുള്ളിലാണ് അല്ലെങ്കിൽ എത്ര മിനിറ്റിനുള്ളിൽ എന്നാണ് ചോദിക്കുന്നത്. Correct answer is within 3 hours. Within 3 hours, we have to administer PA, tissue plasminogen activator. Tissue plasminogen activator നമ്മൾ സാധാരണ ആൾട്ടപ്ലേസ് ആക്ടിവേസ് എന്നുള്ള മെഡിസിൻ ഒക്കെയാണ് കൊടുക്കാറ്. ആൾട്ടപ്ലേസ് ALTEPLASE ആ ഒരു മെഡിസിൻ നമ്മൾ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ക്യാൻ ഡിസോൾവ് ദ ബ്ലഡ് ക്ലോട്ട്സ്. അപ്പൊ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടൈം ആണ് 3 hours. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്, പക്ഷെ മാക്സിമം 3 hours ആണ്. സോ ബിഫോർ ദാറ്റ് യു ഹാവ് ടു ടേക്കൺ ദ പേഷ്യന്റ് ടു ദ ഹോസ്പിറ്റൽ. Next question, the child admitted to the pediatric unit with suspected rheumatic fever. Which information is most considered? A fever that started 4 days ago, excessive crying, a recent episode of pharyngitis, vomiting for 2 days. Correct answer is a recent episode of pharyngitis. The child admitted to the pediatric unit with suspected rheumatic fever ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു എപ്പിസോഡ് ഓഫ് ഫാരിഞ്ചൈറ്റിസ്, ആ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ റുമാറ്റിക് ഫീവർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് A ബീറ്റോ ഹീമോലറ്റിക് സ്ട്രെപ്റ്റോകോക്കി എന്നുള്ള ബാക്ടീരിയ ആണ് റുമാറ്റിക് ഫീവർ ഉണ്ടാകുന്നത്. ഗ്രൂപ്പ് A ബീറ്റ ഹീമോലറ്റിക് സ്ട്രെപ്റ്റോകോക്കി. സോ ദർ വിൽ ബി ചാൻസ് ഓഫ് ഫാരിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫാരിങ്സ്. സോ ബാക്കിയെല്ലാം ഫീവർ ഉണ്ടാവും, അതുപോലെ എക്സസീവ് ക്രൈയിങ്ങും വൊമിറ്റിംഗും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നമ്മൾ ഏറ്റവും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് റീസെന്റ് എപ്പിസോഡ് ഓഫ് ഫാരിഞ്ചൈറ്റിസ് ഇൻ ദ കേസ് ഓഫ് റുമാറ്റിക് ഫീവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 1-year-old child admitted for traction to treat congenital hip dislocation. The nurse anticipates which traction? Buck's extension, 90-90 traction, Brand's traction, overhead suspension. Correct answer is Brand's traction. 1-year-old child അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, കൺജനിറ്റൽ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ. അപ്പൊ അതിന് ഒരു ട്രാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ബ്രാൻഡ് ട്രാക്ഷൻ ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ പടം വെച്ച് കാണിക്കാം. ബ്രാൻഡ്സ് ട്രാക്ഷൻ, ട്രീറ്റിംഗ് ഫ്രാക്ചേഴ്സ് ഓഫ് ഫീമർ ഇൻ ചിൽഡ്രൻ ബിലോ 2 years ആൻഡ് വെയിറ്റ് ബിറ്റ്വീൻ 9 to 15 kilogram. ബ്രാൻഡ് ട്രാക്ഷൻ എന്നുള്ള ഒരു സ്കിൻ ട്രാക്ഷൻ ആണ്. ഫ്രാക്ചർ ഫീമർ ഉള്ള കുട്ടികൾക്ക്, 2 വയസ്സിൽ കുറവുള്ള കുട്ടികളിൽ ഇങ്ങനെ കാലുകൾ 2 മുകളിലേക്ക് വെച്ചിട്ട് സ്കിന്നിൽ ഇവിടെ സ്കിൻ ട്രാക്ഷൻ ആണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. സോ ദാറ്റ് ഈസ് ബ്രാൻഡ് ട്രാക്ഷൻ. അപ്പൊ നമുക്ക് കൺജനിറ്റൽ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഫ്രാക്ചർ ആണ് ചിലപ്പം എക്സാമിന് ചോദിക്കാം. അതുപോലെ സ്കിൻ ട്രാക്ഷൻ ആണ് ബ്രാൻഡ് ട്രാക്ഷൻ. അപ്പൊ സ്കിൻ ട്രാക്ഷൻ ഏതാണെന്നൊക്കെ എക്സാമ്പിൾ ഓഫ് സ്കിൻ ട്രാക്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാം. അതുപോലെ ബക്സ് എക്സ്റ്റൻഷൻ എന്നുള്ളത് ഒരു സ്കിൻ ട്രാക്ഷൻ ആണ്. എ ടെമ്പററി ടൈപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ട്രാക്ഷൻ അപ്ലൈഡ് ടു ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ഫ്രാക്ചേർഡ് ലോവർ ലിംബ്. ഇത് സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ട്രാക്ഷൻ ആണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കാലിങ്ങനെ വലിച്ച് സ്കിൻ ട്രാക്ഷൻ ആണ്. അത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നതാണ് ബക്സ് എക്സ്റ്റൻഷൻ. നമ്മുടെ ലോവർ ലിംബിലുള്ള ഫ്രാക്ചർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബെഡിന്റെ താഴേക്ക് ഇങ്ങനെ ഒരു വെയിറ്റ് തൂക്കിയിട്ട് ഒരു ട്രാക്ഷൻ ചെയ്തിരിക്കുന്ന, പുൾ ചെയ്ത് ട്രാക്ഷൻ ചെയ്തിരിക്കുന്നതാണ് ബക്സ് എക്സ്റ്റൻഷൻ. 90-90 ട്രാക്ഷൻ എന്നുള്ളത് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ഈ ഒരു രീതിയിൽ 90-90 ട്രാക്ഷൻ. സോ അത്രേ ഉള്ള ഈ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 12 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ചാനലിൽ ആരെങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.